شبهو لابو لبرو والروح قاديشو من هولم ودا من هولم والمينامين. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി യൂദാ ശ്ലീഹ ലേഖനം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. വിശുദ്ധ യൂദ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രാർത്ഥിക്കാം. ജീവന്റെ ഇവിടെയവനായ ഞങ്ങളുടെ ജീവനുള്ള ദൈവം തമ്പുരാനെ, നിന്റെ ജീവൻ നൽകുന്ന തിരുവചനം കൂടി ഞങ്ങളോട് ഇപ്പോൾ ഇടപെട്ട് ഞങ്ങളെ ജീവിപ്പിച്ച ജീവാത്മാവിൽ ജീവനുള്ളവരാക്കി നിലനിർത്തണമെന്ന് ഞങ്ങൾക്കായ ജീവനെ വെടിഞ്ഞ മിശിഹായുടെ നാമത്തിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ വായിച്ച ഈ വാക്യങ്ങളിൽ നിന്ന് വിശുദ്ധ യൂദാ ശ്ലീഹായുടെ ലേഖനം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 2 കാര്യങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഞാൻ പറയുന്ന തലക്കെട്ട് ശ്ലൈഹിക വിശ്വാസം മുറുകെ പിടിപ്പീൻ. അതായത്, റിമെമ്പർ ദെയർ ഷാൽ ബി മോക്കേഴ്സ്. അന്ത്യകാലത്ത് പരിഹാസികൾ ഉണ്ടാകും എന്ന് ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവരാരാണ്? ആ വാക്യം തുടരുന്നു. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അപ്പോസ്തലന്മാർ നമുക്ക് കൈമാറിയിരിക്കുന്ന അപ്പോസ്തോലികവും കാതോലികവും ആയ വിശ്വാസം, അത് മുറുകെ പിടിക്കുവാൻ ഇവിടെ വിശുദ്ധ യൂദാ തിരുസഭയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അന്ത്യകാലത്ത് പരിഹാസികൾ ഉണ്ടാകും. അവർ ആരാണ്? 19 വാക്യം നോക്കിക്കൊള്ളുക. ഹു ഫോളോ ദെയർ പാഷൻസ്. അതായത്, ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന കൂട്ടർ. 2, ഭിന്നതയുണ്ടാക്കുന്നവർ. 3, പ്രാകൃതന്മാർ. 4, ആത്മാവില്ലാത്തവർ. Who follow their passions, who cause divisions, who are very worldly minded. In other words, who follow bodily or worldly instinct. Why? The reason is that they do not have the Spirit. വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ 19 കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. സെയിന്റ് പോൾ he has given us a list of 19 types of people. ഇതൊരു എൻലിസ്റ്റഡ് ആണ്. ഞാനൊന്ന് വായിക്കട്ടെ. പുസ്തകമുള്ളവർ സമയം കിട്ടുമ്പോൾ നോക്കിക്കൊള്ളുക. വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എണ്ണിക്കൊള്ളുക. അന്ത്യസമയത്ത് ദുർഘട സമയം വരും എന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും 1, ദ്രവ്യാഗ്രഹികളും 2, വമ്പ പറയുന്നവരും 3, അഹങ്കാരികളും 4, ദൂഷകന്മാരും 5, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും 6, നന്ദി കെട്ടവരും 7, അശുദ്ധരും 8, വാത്സല്യമില്ലാത്തവരും 9, ഇണങ്ങാത്തവരും 10, ഏഷണിക്കാരും 11, അചിന്തേന്ദ്രിയന്മാരും 12, ഉഗ്രന്മാരും 13, സൽഗുണാദ്വേഷികളും 14,
ദ്രോഹികളും 15, ധാർഷ്ട്യക്കാരും 16, നിഗളികളുമായി 17, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി 18, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും 19. പ്രിയമുള്ളവരെ, ഒരു വലിയ പട്ടിക ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ്. യൂദാശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നു, അന്ത്യകാലത്ത് ഇപ്രകാരമുള്ള പരിഹാസികൾ ഉണ്ടാകും. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. ഈ പാപങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. നാം പ്രാകൃതരാണോ? who follow their passions? നാം ഭിന്നതയുണ്ടാക്കുന്നവരാണോ? who cause divisions? And are we worldly minded people? അതായത് ആത്മാവില്ലാത്തവരാണോ? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. മനോഹരമായ ക്രിസ്തീയ കീർത്തനം നമ്മുടെ പുസ്തകത്തിൽ 246 ബഹുമാനപ്പെട്ട കോശിയച്ചൻ രചിച്ച ഗീതം. പാപസമുദ്രത്തിലയ്യോ, പാരിലുഴന്നീടുന്നയ്യോ പാലക, എൻ ചിത്തം ശുദ്ധമാക്കി പാലിച്ചിടുക. അടുത്ത സ്റ്റാൻസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മായയെ നോക്കാതെ വണ്ണം എൻ്റെ കൺകൾ നീ തിരിച്ച്, മഹദ്ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ. യൂദാശ്ലീഹ തിരുസഭയോട് പറഞ്ഞിരിക്കുന്നത് ഓർത്തും കൊണ്ട് ഇപ്രകാരമുള്ള പാപങ്ങൾ ഒഴിഞ്ഞിരിപ്പാൻ വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് തന്നിരിക്കുന്ന വചനത്തിൽ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതെല്ലാം ഒഴിഞ്ഞ് നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂഹ നമ്മെ നിരന്തരം സഹായിക്കുമാറാകട്ടെ. ആയതിലേക്ക് നമുക്ക് ഈ പ്രാർത്ഥനാ ഗീതം ആലപിക്കാം. പാപസമുദ്രത്തിലയ്യോ, പാരിലുഴന്നീടുന്നയ്യോ പാലകയൻ ചിത്തം ശുദ്ധമാക്കി പാലിച്ചിടുക. പാലകയൻ ചിത്തം ശുദ്ധമാക്കി പാലിച്ചിടുക. മായയെ നോക്കാതെ വണ്ണം എൻ്റെ കൺകൾ നീ തിരിച്ചു, മഹദ്ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ. മഹദ്ഗുരു നിൻ വഴിയിൽ എന്നെ നടത്തണമേ. എൻ്റെ രക്ഷകനാം യേശുവേ, എന്നെ ദയയോടു കാത്തു, എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക. എന്നെ ദൈവഭക്തിയിൽ വളർത്തി നന്നാക്കിടുക. 2 യൂദാശ്ലീഹ 20-21 വാക്യങ്ങൾ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. ബിൽഡ് അപ്പ് യുവർ സെൽഫ്. ആദ്യം പറഞ്ഞത്
be loyal and faithful to the great faith that the apostles had handed over to us. There shall be mockers. Therefore be alert, be careful. 2, build up yourself. ഇവിടെ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ വാക്യത്തിൽ. യൂദാ സ്ലീഹായുടെ ലേഖനം 20-21 വാക്യങ്ങളിൽ നിന്ന് 4 കാര്യങ്ങൾ പറയാം. 1, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ജീവിക്കണം. By building upon the most holy faith. Scripture is known as Holy Scripture, Holy Bible. My dear friends, holy faith is far different from other faiths. വിശുദ്ധ വിശ്വാസം എന്നതിനെപ്പറ്റി പ്രത്യേകിച്ചും ഇവിടെ മലയാള പരിഭാഷ വളരെ സുന്ദരമാണ്. അതിവിശുദ്ധ വിശ്വാസത്തെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിവിശുദ്ധ വിശ്വാസത്തെ, the most holy faith. Build up yourself on most holy faith. ഞാൻ ദീർഘമായി പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, വളരെ ലളിതമായി പറയാൻ ശ്രമിക്കുകയാണ്. അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലട്ടെ. മാലാഖമാർ പാടിയ കീർത്തനമാണ്. സ്വർഗീയ നാദത്തോട് ചേർന്ന് ബലഹീനരായ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് സാക്ഷികളായ ആ സ്ത്രീകളും സാധാരണക്കാരും ഏറ്റുചൊല്ലി. അത് നമ്മുടെ കൗമ പ്രാർത്ഥനയിലുണ്ടത്. കിഴക്കിൻ്റെ സഭയിൽ വിശുദ്ധ യാക്കോബിന്റെ തക്സായിൽ പ്രോവിയം സദറ പ്രാർത്ഥന അത് പൂർത്തീകരിക്കുന്നത് ഇപ്രകാരം കാർമികൻ ധൂപം വെച്ച് വാഴ്ത്തി പുകഴ്ത്തി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഇപ്പോൾ ഞാൻ സുറിയാനി ഭാഷയിൽ ചൊല്ലുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ ഇടവജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ്. പരിശുദ്ധനായ ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ആമീൻ ബാറയ്ക്കുമോർ. പരിശുദ്ധനായ ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ബാറയ്ക്കുമോറ. പരിശുദ്ധനായ ഏക റൂഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. എന്താണ് ബാറയ്ക്കുമോർ? കർത്താവെ നീ വാഴ്ത്തണമേ എന്നാണ്. ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ആ പ്രാർത്ഥന ചൊല്ലുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥനയെ നീ ആശീർവദിക്കണമേ. ബലഹീനരും ദോഷികളുമായ നാം ദൈവസന്നിധിയിൽ ആമേൻ എന്ന ഉത്തരമായിട്ട് ഉച്ചത്തിൽ സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന് ഘോഷിച്ച് പ്രാർത്ഥിക്കണം. ആമീൻ ബാറക്മോർ കാദീഷ് അബൂ കാദീശോ ബാറക്മോർ കാദീഷ് ബറോ കാദീശോ ബാറക്മോർ കാദീഷ് റൂഹോ ഹായോ കാദീശോ. അതിവിശുദ്ധ വിശ്വാസത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യണമെന്ന് വിശുദ്ധ യൂദാ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവത്തിന്റെ വിശുദ്ധ റൂഹ നമ്മെ നിരന്തരം ആശീർവദിക്കുമാറാകട്ടെ. 2, here we see പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. മലയാള പരിഭാഷ വളരെ സുന്ദരമാണ്. യൂദാ സ്ലീഹ ലേഖനം അതിൻ്റെ 20-ാം വാക്യം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 32-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് നമുക്ക് അറിയാം. നിങ്ങൾക്ക് ആത്മീയ വർധനവ് വരുത്തുവാനും സകല പരിശുദ്ധന്മാരോടും കൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു,
സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിലുള്ള പ്രാർത്ഥനയും ആരാധനയും. ഹൗ ഡു യു ബിൽഡ് അപ്പ് യുവർ സെൽഫ് വിച്ച് പ്ലീസസ് ഗാഡ്? വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുവാൻ തക്കവണ്ണം യൂദാസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ വിശദമായി നമ്മെ അത് പഠിപ്പിക്കുന്നു. നീ എങ്ങനെയാണ് നിന്റെ ജീവിതത്തെ കെട്ടുപണി ചെയ്യേണ്ടത്? യു മസ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി മോസ്റ്റ് ഹോളി ഫെയ്ത്ത് that heaven has given us through the atoning sacrifice of his only begotten Son, our Lord Jesus the Christ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹായും പരിശുദ്ധനാകുന്നു. ആ പരിശുദ്ധിയിൽ നിത്യജീവിതത്തെ കെട്ടുപണി ചെയ്യുവാൻ, പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആ പരിശുദ്ധ റൂഹ നമ്മെ നിരന്തരം വാഴ്ത്തുമാറാകട്ടെ. ആയതിലേക്ക് നീ എന്ത് ചെയ്യണം? നീ ഞാനും പരിശുദ്ധ റൂഹായിൽ പ്രാർത്ഥിക്കണം. മനോഹരമായ പ്രാർത്ഥനാഗീതം, സ്വീറ്റ് അവർ ഓഫ് പ്രയർ, W.W. വാൽഫോർഡ് രചിച്ച ആഗോള പ്രസിദ്ധമായ ഈ ക്രിസ്തീയ കീർത്തനം. ഇതിൻ്റെ മലയാള പരിഭാഷ എല്ലാ ഭാഷകളിലും ഈ കീർത്തനം ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. അതിലെ സ്റ്റാൻസ, പ്രാർത്ഥനയിൽ നൽനേരമേ കാത്തിടുന്ന ആത്മാവെ വാഴ്ത്താൻ നിത്യം കാത്തിരിപ്പോൻ മുൻപിൽ എനിക്കും എൻ്റെ ആഗ്രഹം നീ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾ ആത്മീക വർധനവ് വരുത്തി പരിശുദ്ധ റൂഹായിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും ജീവിക്കുവാൻ നമുക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ബിൽഡ് അപ്പ് ബൈ പ്രേയിങ്. നമുക്ക് പാടാം. പ്രാർത്ഥനയിൻ നൽനേരമേ കാത്തിരുന്നാത്മാവേ വാഴ്ത്താൻ നിത്യം കാത്തിരിപ്പോൻ മുൻപിൽ എത്തിക്കുമേ ആഗ്രഹം നീ. തന്മുഖം തേടി വാചനം വിശ്വസിപ്പാൻ താൻ ചൊന്നതാൻ തന്നിൽ മുറ്റും ആശ്രയിച്ചു നിന്നെ കാപ്പാൻ നൽനേരമേ തന്നിൽ മുറ്റും ആശ്രയിച്ചു നിന്നെ കാപ്പാൻ നൽനേരമേ. 3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്. തുടർന്നുള്ള അവസാനത്തെ വാക്യങ്ങൾ 24-25 വാക്യങ്ങളൊക്കെ തന്നെ ഈ മഹാകരുണ പ്രാപിക്കേണ്ടതിലേക്ക്, ദൈവസന്നിധിയിൽ ആ ശക്തി ലഭിക്കേണ്ടതിലേക്ക് എപ്പോഴും അവൻ്റെ മഹത്വത്തിന്, തേജസ്സിന് സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയും ആശീർവാദവുമാണ്. The believer builds himself or herself by waiting for the mercy of our Lord Jesus Christ
by waiting for that glorious day of his return. ഇതാണ് ഇതിന്റെ അർത്ഥം. മഹാകരുണ എന്ന് പറയുന്നത് ഈ രക്ഷയുടെ പൂർണ്ണതയാണ്. ആ മഹാകരുണയ്ക്കായി കാത്തിരിക്കാം. In that glorious day, God's mercy through Jesus will be fully experienced. ഒരു വിശ്വാസിക്കുള്ള ഉറപ്പാണ്. അപ്പോൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് യൂദ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ നമ്മെ ഓർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചും 20-21 വാക്യങ്ങളെ ആസ്പദമാക്കി 4 കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒന്ന്, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കണമെന്നുള്ളതാണ്. 2, പരിശുദ്ധ റൂഹായിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. 3, നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന കരുണ പ്രാപിച്ച് പങ്കിട്ട് വർദ്ധിപ്പിച്ച് അതിൽ ആശ്രയിച്ച് വിശ്വസിച്ച് അതനുഭവിച്ച് ഈ കരുണയുടെ പൂർത്തീകരണത്തിനായി നിത്യജീവനായി നാം കാത്തിരിക്കണം. Get ready to receive the full consummation of salvation. In that glorious day, God's mercy through His Son, our Lord Jesus Christ, will be fully received and experienced and witnessed. മനോഹരമായ ഗീതം നമ്മുടെ പുസ്തകത്തിൽ 397. എന്താണത്? താതനൻ പേർക്കായി സേവ ചെയ്താൽ തന്നെ തന്നെ മാനിക്കുവാനായി തിരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി തന്നിരിക്കുന്ന വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ തന്നെ ശോധന ചെയ്ത് ശ്ലൈഹികമായ വിശ്വാസവും വ്യാഖ്യാനവും മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ റൂഹായിൽ പ്രാർത്ഥിച്ച് നിത്യജീവനായി യേശുക്രിസ്തുവിലുള്ള മഹാകരുണയ്ക്കായി കാത്തിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ബലഹീനരായ എന്നെ നിങ്ങളെയും നിരന്തരം സഹായിക്കുമാറാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ചു പാടാം. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുവാൻ. ആമേൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. താതനൻ സേവ ചെയ്തതാൽ താതനെന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി നിന്നിടുമേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. 4, അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും ഈ ദൈവസ്നേഹത്തിൽ നാം ശുശ്രൂഷകൾ നിർവഹിക്കും. നമ്മുടെ ആയുസ് ഇപ്രകാരം ഒഴിഞ്ഞിരിക്കേണ്ടതായ വിട്ട് കളയേണ്ടതായ കാര്യങ്ങളെ ഉപേക്ഷിച്ച് ആ പാപത്തിൻ്റെ വഴികളെ വിട്ട് നാം വേർതിരിക്കപ്പെട്ടവരെന്ന് ഓർത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അതിപരിശുദ്ധ വിശ്വാസം ആധാരമാക്കി പരിശുദ്ധ റൂഹായിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ആ മഹാകരുണയ്ക്കായി ആ നിത്യജീവന്റെ അവകാശം പൂർണ്ണമായി ലഭ്യമാകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരാകുവാൻ, ആ കരുണയ്ക്കായി നോക്കിയിരിക്കുന്നവരാകുവാൻ, ഉത്തരവാദിത്വത്തോടുകൂടെ ആ കൃപ പ്രാപിക്കേണ്ടതിലേക്ക്
ദൈവസ്നേഹത്തിൽ നമ്മളുടെ ജീവിതത്തെ നാം കട്ടുപണി ചെയ്യണം. ദൈവസ്നേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ നാം പങ്കാളികളാകണം. നമുക്ക് ഒരു അമേരിക്കക്കാരൻ ഒരാൾ, ഞാനൊരു വാട്സാപ്പിൽ കണ്ടതാണ്, ഒരാളെ ഇന്ത്യയിലെ ധനിക വർഗത്തോട് ചോദിക്കുകയാണ്, അമേരിക്കയിലെ ഒരു സാധാരണക്കാർ ചോദിക്കുകയാണ്, ഇത്രയും വലിയ ഒരു പ്രയാസത്തിലൂടെ ഇന്ത്യ മഹാരാജ്യം കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ധനികർ എന്ത് ചെയ്യുന്നു? അതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതിന് വേറെ ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിച്ച് ആയിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ അവർ ചോദിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ ധനികവർഗം ഇപ്പോൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഈ പ്രയാസത്തിൽ എന്തു ചെയ്യുന്നു? പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ദരിദ്രരായ അനേക ആയിരങ്ങളെ സഹായിക്കേണ്ടതിലേക്ക് അവരെന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നില്ല അഥവാ എടുക്കുന്നുണ്ടോ എന്ന് ഒരു അമേരിക്കൻ പൗരൻ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ യൂത്ത്സ് അത് ഡിസ്കഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ എന്നോടൊക്കെ ഇങ്ങനെ ടാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ ഡിസ്കഷൻ ഞാൻ പങ്കാളിയായി. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ ചോദ്യമാണ്, സ്നേഹത്തിൻ്റെ വലിയ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ നമുക്ക് സാധിക്കുമോ? പലർക്ക് പല ആവശ്യങ്ങളുണ്ട്. ഇന്നും രാവിലെ നമ്മളുടെ ഒരു യൂത്ത് എൻ്റെ അടുത്ത് വന്ന് ഒരു കുട്ടരെ സഹായിക്കേണ്ടതിലേക്ക് ഒരു സഹായം ചോദിക്കുകയും ഉടൻ തന്നെ ആ സഹായം കൊടുക്കുവാൻ ഏർപ്പാടാക്കുകയും ചെയ്തു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പബ്ലിസിറ്റി അല്ല, ചില ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വെബ്സൈറ്റിൽ തന്നെ പബ്ലിസിറ്റിയാണ്, അതാണ് ചിലർക്ക് ഉദ്ദേശമെന്ന് തോന്നിപ്പോകും ഇതൊക്കെ കണ്ടാൽ. എന്നാൽ നമ്മൾ കഴിയുന്നത് മറ്റുള്ളവരെ സഹായിക്കുവാൻ, ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ശുശ്രൂഷകളിൽ ആ സ്നേഹത്തിൽ വസിപ്പിൻ എന്ന് പറയുമ്പോൾ, സ്നേഹം എന്ന് പറയുന്നത് നോട്ട് ഷിയർ എൻ ഇമോഷൻ. മൈ ഡിയർ ഫ്രണ്ട്സ്, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഷിയർ എൻ ഇമോഷൻ, but rather it is a decision to love somebody, decision to become active participant in the service for humanity. അതാണ് ശുശ്രൂഷ. ഇവിടെ എഴുത്തുകാരൻ ലേഖനകർത്താവ് പറയാണ്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. എന്താണ് ഈ ദൈവസ്നേഹം? ആ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ നാം പങ്കാളികളാകണമെന്നുള്ളതാണ്. The believer builds himself or herself, keeping himself or herself in the great love of God. ദൈവസ്നേഹത്തിൽ നാം നമ്മെ തന്നെ കട്ടുപിടി ചെയ്യണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രധാനമായും 2 കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞത്. ഒന്ന്, സ്ലേഹിയ വിശ്വാസം നാം മുറിപ്പിടിക്കുക. അപ്പോസ്തലികവും ആയ വിശ്വാസം അവരെ നമ്മെ ഓർപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് നിങ്ങളെ തെറ്റിക്കേണ്ടതിലേക്ക് പരിഹാസികൾ ഉണ്ടാകും. അത് അവർ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് യൂദായും നമ്മെ ഓർപ്പിക്കുകയാണ്. അവരാരൊക്കെയാണെന്നുള്ളതിനൊരു വലിയ ലിസ്റ്റ് നാം കണ്ടു. ആ ഭാവത്ത് നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ തക്കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ തീരുമാനം ചെയ്ത് വിനയപ്പെടുത്താം. അതുകൊണ്ടാണ് നാം പാടിയത്, മായയെ നോക്കാതെ വണ്ണം എൻ്റെ കൺകൾ നീ തിരിച്ച്, മഹദ്ഗുരോ നിൻ വഴിയിൽ എന്നെ നടത്തണമേ. അതിവിശുദ്ധ വിശ്വാസത്തിൽ നാം നമ്മുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്യണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല നന്മകൾക്ക് ഓഹരിക്കാരായി നിത്യജീവനായി കാത്തിരിക്കുന്നവർ കർത്താവായ യേശു മിശിഹായുടെ വരവിനു വേണ്ടി ഒരുങ്ങുവാൻ ശുഭ്രവസ്ത്രധാരിയായി അവൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ പാടുവാൻ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും നമുക്ക് ഇടയാകട്ടെ. നാം നമ്മെ തന്നെ ഈ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കാളികളാക്കണം, മനഃപൂർവ്വമായി പങ്കാളികളാക്കണം. നമുക്ക് പാടാം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. അതാണ് പാട്ടുകാരൻ പാടുന്നത്. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാലിനെ നിറയ്ക്കണമേ. പാടാം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ.
എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മനായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ഒന്നിച്ചെന്ന സമയത്തിനായി സ്തോത്രം. വിശുദ്ധ സ്നേഹന്മാരിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വചനവ്യാഖ്യാനങ്ങൾക്കായി ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. വിട്ടൊഴിയുന്നതിനെ വിട്ടൊഴിഞ്ഞ് ആ പാപത്തിന് അന്യരായി ഞങ്ങൾ ജീവിപ്പാൻ കർത്താവേ, നീ ഞങ്ങളെ ആശീർവദിക്കണമേ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങളുണ്ടാവും, പരിഹാസികൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. അപ്രകാരം തെറ്റായ ദുരുദ്ദേശത്തിൽ നിന്നും, ഭിന്നതകളിൽ നിന്നും, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും, ആത്മാവില്ലാത്തവരെ പോലെ പ്രാകൃതരായി ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, അനുഭവങ്ങളിൽ നിന്നും, അപ്രകാരമുള്ള താല്പര്യങ്ങളിൽ നിന്നും കർത്താവെ, നീ ഞങ്ങളെ വേർപെടുത്തി വിടുതൽ തന്ന് നിന്റെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പരിശുദ്ധ റൂഹായിൽ ജാഗരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തിരുസന്നിധിയിൽ മഹാകരുണയ്ക്കായി, ഏകജാതിന്റെ പുത്രന്റെ വരവിനായി, നിത്യജീവനായി കാത്തിരുന്ന് നോക്കിപ്പാർത്ത് നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ആയുസ്സിനെ ഈ ദിവ്യ സ്നേഹത്തിന്റെ ശുശ്രൂഷയിൽ തികയ്ക്കുവാൻ, സ്നേഹത്തിലൂടെ അനേകരെ നിന്റെ സ്നേഹത്തിന്, നിന്റെ കൃപയ്ക്ക് സാക്ഷികളാക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയതിലേക്കുള്ള ദിവ്യ സ്വഭാവം ഞങ്ങൾക്ക് തരണമേ. ദിവ്യ തേജസ്സാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ വചന കേൾവി ആയതിലേക്ക് മുഖാന്തരമാക്കി തീർക്കണമേ. കുറവുകളെല്ലാം പൊറുക്കണമേ. തിരുസഭ ഈ ശുശ്രൂഷകളിലൂടെ കെട്ടുപണി ചെയ്യപ്പെടണമേ. ഈശോ മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദയയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന ഗീതമായി ചൊല്ലാം. സ്വർലോകത്തിൽ ഇരുന്നരുളും ദേവ ഞങ്ങളുടെ താതാ, തിരുനാമം പാവനമായി പെരുമാറപ്പെട്ടിടണമേ. അതോ നിന്നോട് തിരുരാജ്യം വന്നിടണമേ. ഈ ഭൂവിൽ തിരുഹിതമിതുപോ സുരലോകെ അതുപോലെ ഇവിടെയുമാകണമേ. വീണ്ടും യാവന ഞങ്ങൾക്കിന്നേകണമേ നീ കർത്താവേ. അന്യരുടങ്ങൾ ക്ഷമിച്ചതുപോൽ അടിയാർ പാപം മോചിക്കാം. പരീക്ഷയിലെങ്ങളെയാക്കരുതേ, ദുഷ്ടനിൽ നിന്നൊഴിവാക്കുക നീ. രാജ്യം, ശക്തി, മഹത്വങ്ങൾ എന്നും നിനക്കുള്ളവയാമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. റൂഹായുടെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഒരുക്കത്തോടെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതമായ തന്റെ ശ്രേഷ്ഠ സിംഹാസനമുൻപാകെ എപ്പോഴും എന്നേക്കും കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.